നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊടപ്പൻ തോരനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൊടപ്പൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പം എന്താ, ഞാൻ കൊടപ്പൻ നന്നാക്കിയിട്ട് ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചു. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഇത് എന്താ പറയുക, അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം ഞാൻ ആ വെള്ളം ഒന്ന് ഒരു ടവൽ വെച്ച് എടുക്കട്ടെ. ഇപ്പം ജസ്റ്റ് കഴുകി എടുത്തതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ചെയ്യണത്, നമ്മൾ കടുക് വറുത്തിടാനുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തിട്ട ശേഷം അപ്പം പിന്നെ വേറെ പാത്രങ്ങൾക്ക് നോക്കണ്ട. അപ്പം ഞാൻ ഇതാ ഇവിടെ എൻ്റെ ഇതിലിങ്ങനെ വെച്ചിക്കണത് കേട്ടോ. ആ കടുക് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ ഇടുന്നത് മുളക്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അതിനകത്ത് മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം, ഉലുവ, ജീരകം, കടുക്, മുളക് ഇത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ. എളുപ്പം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഞാൻ ഒരു 2 മുളക്, ഒരു 3 പീസ് മുളക്, അതായത് ഒരു മുളക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അത്രയും എളുപ്പമാണല്ലോ. അപ്പം അത് പൊട്ടട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് നീക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് മുളകൊക്കെ ഏകദേശം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഞാനൊന്ന് ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടട്ടെ. അപ്പോൾ നമ്മൾ ഈ കൊടപ്പൻ തോരൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായതാണ് കൊടുങ്ങല്ലൂർ വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ മരുന്നൊന്നും അടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവറായിട്ടുള്ള കൊടപ്പനാണ്. അപ്പം ഞാനിതൊരു 2 കൊടപ്പൻ എടുത്തു. കാരണം അതിൻ്റെ എല്ലാം കളഞ്ഞു വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 കൊടപ്പൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ടോട്ടൽ അപ്പം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വലിപ്പം. ഇതാ ഇത്രയുള്ള കൊടപ്പൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന്. കാരണം എല്ലാം അതിൻ്റെ ആ പുറത്തെ ഭാഗങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിലേക്ക്, അതിനുശേഷം ഞാൻ ഈ കൊടപ്പൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ, നിങ്ങളിത് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും നല്ലവണ്ണം കറക്കും. അത് കുഴപ്പമില്ല. നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴൊക്കെ ഇത് വളരെ നാരുള്ളൊരു സംഭവമാണ്. വാഴപ്പിണ്ടിയും കൊടപ്പനൊക്കെ ഇതൊക്കെ കിട്ടുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുടലിലുള്ള എന്തെങ്കിലും ഇതൊക്കെ മീൻസ് എന്തെങ്കിലും നമ്മുടെ കുടലിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നാരിൻ്റെ കൂടെ പുറത്ത് പോകുമെന്നാണ് പറയുന്നത്. ക്ലീൻ ആവുമെന്നാണ് പറയുന്നത് ഈ ഇതുപോലുള്ള നാരുള്ള വെജിറ്റബിൾസൊക്കെ കഴിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വേണ്ട, ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ കിടന്ന് അതിൻ്റെ കുറച്ച് അതിൽ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളതുണ്ട്. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം വളരെ സിമ്മിലാണ് വെക്കുന്നത്. അപ്പം അടിയിലൊന്നും പിടിക്കില്ല. കണ്ടില്ലേ. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് ഉപ്പും കൂടി ഇടാം. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പിട്ടു. എന്നിട്ട് ഇതൊന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനിടയിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് തേങ്ങയും ജീരകവും മുളകും ചെറിയ ഉള്ളിയും കൂടിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എടുത്തിട്ടില്ല തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. ഞാൻ അപ്പുറത്ത് പോയിട്ട് എടുക്കണം, അതാ. അപ്പോൾ ഞാനിത് ഒന്ന് ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ഒരു ലിഡ് വെച്ച് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാവട്ടെ, അതുവരെ നമുക്കൊന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുക. ഇപ്പോൾ കളർ മാറി വന്നു, ബ്ലാക്കൊക്കെ പോയി.
മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ഇത് നല്ല രീതിയിലായി കേട്ടോ. ഇത് വെക്കും തോറും ഇത് കറുത്ത കളറാവും. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, നമ്മളിത് നന്നാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും, കൈ കറ വരും. പിന്നെ ഞാൻ ചെയ്തേക്കണത് ഇതാ തേങ്ങ, ജീരകം, മുളക്, ചുമന്ന മുളകാട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിലല്ല, ഞാൻ തോരൻ എപ്പോഴും ചുമന്ന മുളക് എടുക്കാറ്. പിന്നെ കണ്ടില്ലേ ചെറിയ ഉള്ളി, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്യട്ടെ കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം ഇത് കുക്കായി കേട്ടോ, കണ്ടില്ലേ. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പീസ് എടുത്ത് വായിൽ ഇട്ട് നോക്കുക. അപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണത് കുറച്ച് നല്ലോണം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് തേങ്ങ ഇട്ടാലാണ്, നല്ലോണം തേങ്ങ ഇട്ടാലാണ് സ്വാദ്, കണ്ടില്ലേ. അപ്പം ഞാനത് ആ തേങ്ങ ഇതിലേക്ക് ഇടുകയാണ്. ഞാനിതൊരു നമ്മൾ 2 മുറിയല്ലേ തേങ്ങ, അപ്പം ഞാനിതൊരു മുക്കാൽ മുറി എന്ന് വെച്ചാൽ 1 മുറിയുടെ മുക്കാൽ ഭാഗം, 2 മുറിയാണ് ഒരു തേങ്ങ. അപ്പോൾ 1 മുറിയുടെ മുക്കാൽ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ, അത്രയും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. കണ്ടോ, എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. പക്ഷെ സൂക്ഷിക്കണം, നമ്മൾ എന്തിലുണ്ടാക്കുമ്പോഴും തടി പിടിക്കാതെ നോക്കണം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കുടപ്പൻ തോരൻ റെഡിയായി. നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ കുടപ്പൻ തോരൻ, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുടപ്പൻ തോരൻ റെഡിയായി. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വളരെ ചെറുതായിട്ട് ഞാനത് ഫുഡ് പ്രോസസ്സറിൽ അരിഞ്ഞ കാരണം എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. അതിൻ്റെ 2-3 ലീഫ് ഇല്ലേ, അതിനെന്താ പറയാന്നറിയില്ല. ഇത് ചെയ്യേണ്ടത് ഈ ലീഫ് ഇങ്ങനെ കളഞ്ഞെടുക്കണം. കണ്ടില്ലേ, അങ്ങനെ കളഞ്ഞ് ലാസ്റ്റ് കുറച്ചൊരു വൈറ്റിഷ് കാണുമ്പോഴാണ് നമ്മൾ എടുക്കുക. അതുവരെ കുടപ്പൻ്റെ ആ ഒരു ലീഫ് എന്ന് തന്നെ പറയാല്ലേ, കുടപ്പൻ്റെ ആ ഒരു പുറം ഭാഗം കളഞ്ഞ് ലാസ്റ്റ് വൈറ്റിഷ് കളർ വരുമ്പോഴാണ് നമ്മളത് എടുക്കുക കേട്ടോ തോരന്. അങ്ങനെ എടുത്തത് 2 എണ്ണം എടുത്തതാണ്, ഇത്രയും ക്വാണ്ടിറ്റി കേട്ടോ. കണ്ടില്ലേ. അപ്പം എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കുടപ്പൻ തോരൻ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് കണ്ടുപോവല്ലേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുവരെ അപ്പോൾ അടുത്തൊരു റെസിപ്പി ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബായ്.